അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് പറയുന്നത്, മുജാഹിദുകൾ ഇഷ്ടം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആയത്തുകൾ ഓതി, എല്ലാ ആയത്തുകളും പറഞ്ഞു. അതിലെ സൂറത്ത് അബസയിലെ 34 മുതൽ 37 വരെയുള്ള വചനാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്ന് തുടങ്ങുന്ന വചനം. അത് മാത്രമേ പറയാതിരുന്നു, അതിപ്പോ ഞാൻ ഇവിടെ പൂർത്തിയാക്കി. ഒരുപാട് ആയത്തുകളെ നിങ്ങൾക്ക് ബോധിച്ചത്. മുജാഹിദുകൾ നിരന്തരമായ ആയത്തോതുന്നത് എന്തുകൊണ്ട്? ഖവാരിജികളുടെ പണി അതിന് വരെ അംസക്കോയെ ബാക്കവി എനിക്ക് മറുപടി അറിഞ്ഞപ്പോ ഒരിക്കലും പറയുന്നു. ഞാനിങ്ങനെ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ നിരന്തരമായി ഓതി പ്രസംഗിച്ചപ്പോ അംസ ബാക്കവിക്ക് പിന്നെ മറുപടിയില്ല. അയാൾ കുഴങ്ങി. പിന്നെ അയാൾ പറയാണ് വിരോധം അത് ഖവാരിജികൾ ഓതിയിരുന്ന, ഖവാരിജികളാണ് ഏറ്റവും കൂടുതൽ ആയത്തോതുക, ഇവര് ഖവാരിജികളുടെ അനുയായികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കാന്തപുരം ഒരുപാട് ഹിഫ്ള് കോഴ്സ് നടത്തുന്നുണ്ടല്ലോ, അവിടെ ഒക്കെ കുട്ടികളെ കൊണ്ട് നിരന്തരമായി ഓദിക്കുന്ന ഖുർആനാ, അപ്പൊ അത് ഖവാരിജ് കുട്ടികളാ എന്ന് ചോദിച്ചപ്പോ അതിന് അംസക്കോയ മിണ്ടിയില്ല. നാട്ടുകാർക്ക് മനസ്സിലായി. നാട്ടുകാരിപ്പം വളരെ ഫോർവേഡാണ് ആണല്ലോ. ജനങ്ങളൊക്കെ ഒരുപാട് ഉത്ബുദ്ധരാണ്. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് എന്താ ചെയ്ത്? ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവൊന്നുമല്ലല്ലോ. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു. ശാരീരികമായി വിശ്വാസപരമായി അപാരമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഇറങ്ങിയപ്പോ ഭയങ്കര ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം മക്കയിലെ ബിംബാരാധകർക്ക്, മനസ്സിലായോ, ബൗദ്ധൈവ വിശ്വാസികൾക്ക്, അമുസ്ലിങ്ങൾക്ക് സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കണം. അങ്ങനെ അദ്ദേഹം കാബത്തിന്റെ പരിസരത്ത് അബൂജഹലും കൂട്ടരൊക്കെ ഇരിക്കുന്നിടത്ത് ഇതങ്ങട്ട് ഓതി സൂറത്ത് റഹ്മാൻ. 31 തവണയാ ഒരധ്യായത്തിൽ ഒരേ ആയത്ത് ആവർത്തിക്കുന്നത് അല്ലേ? ഓതിയിട്ട് സൂറത്ത് റഹ്മാൻ 55-ാം അധ്യായം അത് പാതി ഇങ്ങോട്ട് ആയപ്പോഴേക്ക് തന്നെ ആളുകൾ മാറുന്നുള്ളൊരു ഘട്ടം വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അടിച്ചു കളഞ്ഞു, അവർ തല്ലിക്കളഞ്ഞു. അടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോര കൊലിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പൊ സ്വഹാബിയോട് ചോദിച്ചു, അബ്ദുല്ലാ വളരെ ദുർബലന, കാലൊക്കെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു ഈ സ്വഹാബി, മനസ്സിലായോ? നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ വേണ്ടാ പണിക്ക് പോണ്ടാന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന. എന്നിട്ട് ബാക്കി അതേ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ സ്വഹാബികളൊക്കെ ഖുർആൻ നിരന്തരമായി ഓതിക്കൊടുക്കുകയാണ്. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയ, നിങ്ങള് 114 അധ്യായല്ലേ ഖുർആനിലുള്ളത്, അതിലെ 91 അധ്യായവും റസൂല് മക്കയിലെ മുഴുവൻ ആളുകൾക്ക് ഓതിക്കൊടുത്തു. അതാ പോയിന്റ്, മുഴുവൻ ആളുകൾക്ക് ഓതിക്കൊടുത്തു. ഏതെങ്കിലും ഒരാൾ നബിയിൽ നിന്ന് ഖുർആൻ കേൾക്കാതില്ല. മക്കയിലെ എല്ലാ വകുപ്പിൽപ്പെട്ടവരും റസൂലുള്ളാഹി ഓതിക്കൊടുക്കണം. കാരണം ഇത് അള്ളാന്റെ കലാമാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞ് 10-ാം അധ്യായം 57. ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള അള്ളാന്റെ ഉപദേശമാണ്. ഉപദേശം മനുഷ്യന് മനസ്സിലാകണ്ടേ? ഖുർആൻ മുഴുവനും ഉപദേശമാണ് എന്നല്ല പറയാ. എങ്കിൽ ആ ഉപദേശം മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ, ആവണ്ടേ? നിങ്ങൾ നാട്ടുകാർ പറയും, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കുട്ടിക്ക് എടുത്തു കൊടുക്കണേ, കുട്ടിക്ക് മനസ്സിലാവണ്ടേ? കൂട്ടരെ മനസ്സിലാവണം എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിക്കണില്ലേ? അപ്പോ ലോകത്തിന് മാർഗദർശനമായി അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥാണ് ഖുർആൻ. അപ്പൊ ജനങ്ങൾക്കത് കിട്ടണം എന്ന് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി അങ്ങനെ ചെയ്ത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ ഓതി അങ്ങോട്ട് കൊടുത്ത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണല്ലോ. ഇവരുടെ ഏറ്റവും വലിയ ഷെയ്ഖ് കാന്തപുരം അയാൾ പറയാണ്, ഇവരിങ്ങനെ ഖുർആൻ ഓതും. ആര്? മുജാഹിദുകള്. ഇഷ്ടം പോലെ 2 മണിക്കൂറിൽ 100 കണക്കിനായ അംഗീകാരാണ്. കാരണം എന്താ അറിയോ? എന്തിലേക്കാ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്? ഖുർആനിലേക്ക്, സുന്നത്തിലേക്കും. കാന്തപുരം പറയണെന്ന് മുജാഹിദുകൾ 2 മണിക്കൂർ കിട്ടിയ 100 കണക്കിനായ തോതുന്നു. വേറൊരാളല്ല. ഇനി അതിനേക്കാൾ വലിയൊരു പടച്ചോയെ AP സുന്നക്ക് വേറില്ല. അതിന്റെ താഴെയാണ് അള്ളാഹ്, അതിന്റെ താഴെയാണ് ജിബ്രീൽ, അതിന്റെയും താഴെയാണ് മുഹമ്മദ് നബി. സത്യം AP സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും ഒക്കെ എഴുതിയതാ. കാന്തപുരം റസൂലാന്ന് വരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര വരെ ഈ കൗമെത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനം 100 കണക്കിന് ആയത്തോതുന്നു. മനസ്സിലായോ? എന്നിട്ട് അതിന്റെ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ പറയും. നമ്മളോ സുന്നികളോ നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്
ബാക്കിയൊക്കെ ഇമാമിങ്ങളുടെ കൗല് ചരിത്രം അതിന് ഞങ്ങൾക്കുള്ള ദുരന്തവും. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്ത് ചെയ്തത്? ഖുർആൻ ഓതിക്കൊടുത്ത് നന്നാക്കി ജനങ്ങളെ. അല്ലേ? മാത്രമല്ല അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് 3 ഗുണം ഉണ്ടാവുന്ന 3 ഗുണം. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം പേടിച്ചു നടുങ്ങും. രണ്ടാമതോ വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈമാൻ കുറയാണോ വേണ്ടത് കൂടുകയാണോ വേണ്ടത്? ഈമാൻ കൂടല്ലേ വേണ്ടത്? അള്ളാഹ് പറയാണ് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. അതുകൊണ്ട് മുജാഹിദുകൾ എന്ത് ചെയ്യും? 2 മണിക്കൂർ കൊണ്ട് അവന് നല്ല ഈമാൻ ഉണ്ടാക്കാൻ മാക്സിമം ആയത്തോതും. ഇയാള് പറഞ്ഞതോ 2 മണിക്കൂറിൽ 1-2 ആയത്ത്. അതുകൊണ്ടല്ലേ AP സുന്നക്ക് ഈമാൻ ഇല്ലാതായി പോയത്. AP സുന്നയുടെ കൂട്ടത്തിലും EK സുന്നയുടെ കൂട്ടത്തിലും ഒക്കെ ഈ ദുരന്തം വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഓതാത്തോണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കാത്തോണ്ടാണ്. മുജാഹിദുകൾക്ക് ഖുർആൻ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിരന്തരമായി ഓതി കൊടുക്കുന്നുകൊണ്ടാണ്. ഈ വസ്തുത ഖുർആൻ അംഗീകരിക്കാൻ 8-ാം അധ്യായം 2-ാമത്തെ വചനം. ഇനി കാന്തപുരം ഇതിനെ പറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി, നിങ്ങൾ കാര്യങ്ങളൊന്ന് വിലയിരുത്തി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം, എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38 48 എന്ന് വന്നിരിങ്ങനെ എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാന്ന് പേജും. സുന്നികൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ 1 ആയത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായനയിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുരേ ഓതും. ഒന്നെല്ലാരും കേട്ടിട്ടൊന്ന് വിലയിരുത്തി നോക്കി എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ പറഞ്ഞ്. ഒന്ന്, ഇവരിങ്ങനെ ധാരാളം ഖുർആൻ ഓതും, എന്നിട്ട് കൃത്യമായി ഖുർആനിന്റെ അധ്യായ നമ്പർ പറയും. എന്നിട്ട് മൂപ്പര് പറയണെന്ത്? സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അതറിയാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മൾ സദസ്സിൽ എന്നിട്ട് പറയാം 38-ലെ 48. ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസ് 112-ാമത്തെ അധ്യായം എന്നറിയാത്ത ലോക്കൽ മക്കളുണ്ടാകും ദുനിയാവിൽ. ഇവരെ ഏറ്റവും വലിയ ലീഡർ വിജ്ഞാനം അത് ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് 38-ലെ 48 ആണത്രേ. 112-ാമത്തെ അധ്യായത്തിലെ വചനം അത് അതുപോലെ അറിയില്ല, അതുപോലെ അറിയില്ല. ഒരു മുജാഹിദ് 38-ലെ 48 ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടില്ല. നോണ, പച്ച നോണ. പിന്നെ നോണയായിരിക്കില്ല, മൂപ്പർക്ക് അറിഞ്ഞൂടാ, കാരണം മൂപ്പരിത് കണ്ടിട്ടില്ല. ഇത് ഏത് ഏത് അത് ഏത് ലോക മുസ്ലിമിങ്ങൾക്ക് അള്ളാഹ് അവതരിപ്പിച്ച സാധനം ഖുർആൻ, വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പരിശോധിച്ചാൽ എന്റെ നാട്ടുകാരനാ, എനിക്കറിയാം. അപ്പൊ എല്ലാരും മനസ്സിലാക്കി, മൂപ്പർക്ക് അറിയില്ല. ഇനി രണ്ടാമത് പറഞ്ഞതോ, മുജാഹിദുകൾ ഖുർആൻ ഇങ്ങനെ ഓതും, ഞമ്മളോ സുന്നികളോ, മൂപ്പര് പറയാ സുന്നികളോ ഇമാമുമാരുടെ കൗല്. ഇനി നിങ്ങൾ ആലോചിച്ച അള്ളാന്റെ ഖുർആനേക്കാൾ വലുതല്ലേ സുന്നിക്ക് ഇമാമുമാരുടെ കൗല്? അതുകൊണ്ടല്ലേ പേച്ചത്. മുജാഹിദക്ക് ഖുർആൻ പ്രധാനമായി, അതുകൊണ്ടൊരു പേച്ചില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റേതാണ്. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ, ഇന്നാ അൻസൽന ഇൻജീല ഫീഹാ ഹുദം വനൂർ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 44-46 വചനങ്ങൾ. അല്ലാഹ് ഖുർആനിലെ 2-ാം അധ്യായം 38-ൽ പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീ. അത് ഖുർആനാണ്. അള്ളാന്റെ കലാമിനല്ലേ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്? സുന്നികളോ, കാന്തപുരം പറയാ, സുന്നികളോ ഇമാമുമാരുടെ കൗല്, സ്വാലിഹുകളുടെ കൗല് അള്ളാഹിനേക്കാൾ വലുതാ ഇമാമുമാര്? അള്ളാന്റെ വചനതകൾ വലുതാണോ? റസൂലുള്ളാഹിന്റെ വചനതകൾ വലുതാണോ ഇമാമുമാരുടെ കൗല്? അതാ നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തോ? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമുമാരെ തള്ളിക്കളഞ്ഞവരാ ഞങ്ങള്. ആണോ? നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്? ഖുർആനും സുന്നത്തും ഓതുന്ന മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നടത്തല്ലേ കേരള യാത്ര? എന്തിന് എന്തിന്? പ്രതാപം കാണിക്കാൻ, പണം ഉണ്ടാക്കാൻ, ജീവിക്കാൻ. ഇന്ന് ലോകത്തെല്ലാ ബിസിനസ്സും പൊട്ടുകൾ. എല്ലാവർക്കും സാമ്പത്തിക ദാരിദ്ര്യ. ഉസ്താദിനില്ല. ഉസ്താദിന് കോടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദിന് ഒരിക്കലും വെച്ചടി കേട്ട ദുനിയാവില്, ആഖിറത്തിലല്ലോ അതിന്റെ ഇങ്ങനെ പദവി കുറഞ്ഞു വരും. മനസ്സിലായോ?
ദുനിയാവില് പദവി കൂടും. പക്ഷേ ഒന്നറിയുക, പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചും ചതിച്ചും ജീവിക്കാണ്. അവിടെയാ പറയുന്നത് ഇമാമുമാരുടെ, നിങ്ങൾ കേട്ടതാണല്ലോ, സാക്ഷാൽ കാന്തപുരാണല്ലോ പറഞ്ഞത്, ഖുർആൻ ഓതുക. എന്നിട്ട് മാത്രമല്ല സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയ 1-2, മനസ്സിൽ 1-2. അപ്പൊ മുജാഹിദുകളുടെ ആരോപണം വ്യക്തമാണല്ലോ, ആണല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യുക? ഇതുപോലെ LCD ഇടും, എന്നിട്ട് 45 കഴിയുമ്പോൾ ക്ലിപ്പിംഗ് അപ്പുറം കട്ട് ചെയ്ത് ജനങ്ങൾ പറ്റിച്ചിട്ട് ആയത്തോതാൻ എവിടെ നേരം, ഹദീസ് ഓതാൻ എവിടെ നേരം? അതുകൊണ്ടല്ലേ കൗമിന് ഈമാനില്ലാതെ പോയത്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന എന്നത് അല്ല പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ടേ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇമാമുമാരുടെ കൗല് പറയില്ല. ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഇമാമുമാർ മനസ്സിലാക്കിയതെന്ന് പറയാനേ ഞങ്ങൾ ഇമാമുമാർ ഉദ്ധരിക്കുക. അല്ലാതെ ഖുർആൻ മാറ്റിവെച്ച് സുന്നത്ത് മാറ്റിവെച്ച് ഇമാമുമാർക്ക് പ്രാധാന്യം കൊടുക്കൽ സുന്നികളാണ് എന്ന് സാക്ഷാൽ കാന്തപുരമാണ് പറയുന്നത്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ വന്നാൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മുജാഹിദുകള് ഭിന്നിപ്പുണ്ടാക്കും എന്നാ പറയുന്നത്. മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കും. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കുകയാണോ? ഒരർത്ഥത്തിലാണ്. അതെങ്ങനെ? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാട്ടിലുണ്ടായിരുന്ന 50 പേരും ഒന്നിച്ച് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അവർ ഉപദേശിക്കും മുജാഹിദുകൾ, അവർക്കിടയിൽ ഇടപെടും. എന്നിടയിൽ ഒരു 10-20 ആളുകൾ ഇനി ഒരിക്കലും മദ്യപിക്കൂല എന്ന് തീരുമാനിക്കും. അപ്പൊ ബാക്കിയുള്ള 30 പേര് അവരെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല, അങ്ങനെ അവരൊന്ന് തെറ്റും. അവർക്കിടയിൽ ഭിന്നത ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്നത. മനസ്സിലായോ? ബാപ്പയും മോനും ഭാര്യയും മക്കളും എല്ലാം ശിർക്കിലായിരുന്നു. ആ വീട്ടിലേക്ക് ഞങ്ങൾ തൗഹീദ് എത്തിച്ചുകൊടുക്കുമ്പോ ബാപ്പാക്ക് ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, ഭാര്യക്ക് ക്ലിക്ക് ചെയ്യും, മക്കൾക്ക് ചെയ്യൂല. ചിലപ്പോ മക്ക കൈകാര്യം കിട്ടുക. അപ്പൊ ബാപ്പയും മക്കളും അതുവരെ ശിർക്കിൽ നല്ല ഐക്യത്തിലായിരിക്കും. അപ്പൊ അവര് ഭിന്നിക്കും. ഒരു കൂട്ടർ തൗഹീദിന്റെ ആളും ഒരു കൂട്ടർ ശിർക്കിന്റെ ആളും. ഇതാണ് മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ്. പക്ഷേ സാക്ഷാൽ ആദർശത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ അത് നമ്മൾ നോക്കണ്ട, അത് കുഴപ്പമില്ല. ആ ഭിന്നിപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കരുത് എന്ന് കാന്തപുരം തന്നെ പറയണം. മുജാഹിദുകൾ അതുകൊണ്ടാണ് ഏത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഹക്ക് പറയാതിരിക്കാൻ മുജാഹിദുകൾക്ക് പറ്റൂല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ എല്ലാ മഹലിലും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഷല്ല, ജനങ്ങൾ നന്നാകാൻ ഭിന്നിപ്പുണ്ടായിക്കോട്ടെ. ഭിന്നിപ്പുണ്ടാകുന്നവരാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കാന്തപുരം തന്നെ പറയണം. എന്നിട്ട് എപ്പോഴും മുജാഹിദുകളെ പറ്റി പറയും ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സത്യത്തിനെതിരായി ഏതെങ്കിലും ഒരു വിഭാഗം വരുമ്പോൾ അതിനെ എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് വഴി ഭിന്നിപ്പുണ്ടാകുമെന്ന് ഭയപ്പെട്ട് നാം അടങ്ങിക്കൂടാ. തികച്ചും ഈ അസത്യത്തെ എതിർക്കുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്യണം. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ നാം അതിൽ ഉത്തരവാദികളല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, സമൂഹം തിന്മയിലാകുമ്പോ അവരെ ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടി വരും. അതിന് ഭിന്നിപ്പുണ്ടാക്കി എന്ന് ആരും പറയരുത് എന്ന് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും മുജാഹിദുകൾ നല്ല ആദർശ പ്രബോധനമൊക്കെ നടത്തുമ്പോ ആളുകൾ പറയും ഭിന്നത ഉണ്ടാക്കാനാണ്. പക്ഷെ അള്ളാഹു ഖുർആനിൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഭിന്നിപ്പുണ്ടാവും വിചാരിച്ചിട്ട് ന്യായം പറയാതിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് കാന്തപുരം പറയുന്ന രംഗങ്ങൾ കേട്ട് അതേ മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ മറ്റുള്ള മുസ്ലിം സംഘടനകളിൽ ദൂരവ്യാപകമായ ഇസ്ലാമിക വിരുദ്ധ സമീപനങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്? ഖുർആനും സുന്നത്തും തെളിവാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ഒരു കാര്യം ദീനാകണമെങ്കിൽ അത് നബി പറയണം, നബി പ്രവർത്തിക്കണം, നബി മൗനാനുവാദം നൽകണം, അതേ ദീനാകുള്ളൂ. എന്നാൽ സത്യത്തിൽ മുജാഹിദുകളെ കുറിച്ചുള്ള ആരോപണം എന്തായിരുന്നു? ഇവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അംഗീകരിക്കൂല, ഇവരെ വിജയത്തിന്റെ ആളുകളാണ്,
ഇവർ സ്വഹാബികൾ അംഗീകരിക്കൂല. പ്രത്യേകിച്ച് AP സുന്നികൾ മുജാഹിദുകളെ പറ്റി പറയുന്ന അതാണ്. ആ കാര്യത്തിൽ ആദർശപരമായി AP സുന്നികൾ ഒന്നാണല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എവിടെ നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യേണ്ടതില്ല, നബി പഠിപ്പിക്കേണ്ടതില്ല, നബി പറയേണ്ടതില്ല ഒരു കാര്യം ദീനാകാൻ എന്നാണ് AP സുന്നികൾ പറയുന്നത്. സ്വഹാബികൾ ചെയ്യണമെന്നില്ല. മുജാഹിദുകൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, സ്വഹാബികൾ നബിയിൽ നിന്ന് മനസ്സിലാക്കി, അത് ഖുർആൻ സ്ഥിരീകരിച്ച കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. പക്ഷെ ഇപ്പോ ഇവരുടെ അങ്ങ് എറണാകുളത്തുനിന്ന് അങ്ങോട്ട് ഒരു വായാടി പ്രഭാഷകനുണ്ട്. ആ പ്രഭാഷകൻ ഫാറൂഖ് നഈമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. അയാൾ പറയാണ്, നബി ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ, സഹാബികൾ ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ. അത് ഷറയിലുണ്ടായാ ദീൻ. ഷറ പിന്നീട് ഉണ്ടായതാ? ആരുണ്ടാക്കിയതാ? ഇതാണ് ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. അത്തരം ഒരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ, കാരണം ഇവർക്ക് എന്തറിയോ, മുടിയുടെ കാര്യത്തിൽ സനദില്ല എന്നറിയാം. ഇവർ ചെയ്യുന്ന പലതിനും റസൂലിന് തെളിവില്ല. അതുകൊണ്ട് അത് പറഞ്ഞു വെക്കുകയാണ്. നബി പഠിപ്പിക്കണമെന്നില്ല. കാരണം ആളുകൾ ശരം കണക്കെ ചോദ്യം തുടങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നതിൽ നബി ചെയ്തിട്ടുണ്ടോ? ഹദീസ് കാണിക്കാൻ വയ്യ. നിങ്ങൾ നിസ്കരിക്കുന്നത് റാവിഹിന് ഹദീസ് തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. നിങ്ങൾ കാണിക്കുന്ന ഈ നരനായാട്ടിന് ഇസ്ലാം തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഉസ്താദുമാര് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാര് ആളുകൾക്കിടയിൽ പറയാണ്, നബി ചെയ്യണമെന്നില്ല, സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ. പിന്നെ ആര് ചെയ്യണോ? ഉസ്താദോ കാന്തപുരോ ആര് ചെയ്താൽ അങ്ങക്ക് ദീനാവുക? ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പം ചാടി വെള്ളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാവൂന്നില്ല. ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാമല്ലാത്തത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട എവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരം